ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും നടിയെ ആക്രമിച്ച കേസ് തന്നെ ഇപ്പം അതാണല്ലോ സോഷ്യൽ മീഡിയയിലെ ചർച്ച നടക്കുന്നത്. അപ്പം മാർട്ടിൻ ഇട്ട വീഡിയോയ്ക്ക് മറുപടി എന്നോണം ഒരു പോസ്റ്റ് നടി ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് വായിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, കാണാത്തവർക്ക് വേണ്ടി വായിച്ച് കേൾപ്പിക്കാം. ഞാൻ ചെയ്ത തെറ്റ്, എനിക്കെതിരെ ഒരു അക്രമം നടന്നപ്പോൾ അതപ്പോൾ തന്നെ പോലീസിൽ പരാതിപ്പെട്ടത് നിയമ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് പോയതാണ് ഞാൻ ചെയ്ത ഒരു തെറ്റ്. കാരണം ശരിയാണ്, ഇപ്പം അനുഭവിക്കുന്ന ഇപ്പം അവര് നേരെ ഇവരെ ആണുങ്ങളെ ഇവര് കയറി റേപ്പ് ചെയ്ത പോലെ ഇപ്പം സോഷ്യൽ മീഡിയ കഥയെല്ലാം തിരിഞ്ഞാണ് വരുന്നത്. അതുകൊണ്ടാണ് അവരത് പറയുന്നത്. അത് ശരിയ തന്നെയാണ് അവർ പറഞ്ഞത്. അന്നേ അനുഭവിച്ചതെല്ലാം വിധിയാണെന്ന് സമാധാനിച്ച് ആരോടും ഒന്നും പറയാതെ മിണ്ടാതെ ഇരിക്കണമായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ആ വീഡിയോ പുറത്തു വരുമ്പോൾ ഇത് എന്തുകൊണ്ട് അന്നേ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരോട് എന്തു പറയണം എന്നറിയാതെ ആത്മഹത്യ ചെയ്യണമായിരുന്നു. നമ്മുടെ കേരളത്തിലൊക്കെ ഒത്തിരിയും റേപ്പ് കേസ് പുറം ലോകം അറിയാതെ പോകുന്നുമുണ്ട്. അതും ഈ കൂടെ ഓർപ്പിക്കുക കേട്ടോ. 20 വർഷം ശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ പോയ രണ്ടാം പ്രതി പോകുന്നതിന് മുൻപേ ഒരു വീഡിയോ എടുത്ത് കണ്ടു. അതിൽ ഞാനാണ് നിങ്ങളുടെ നഗ്ന വീഡിയോ എടുത്ത് എന്നുകൂടി പറയാമായിരുന്നു. അതും പറയാം, അവളാണ് ഞങ്ങളെ റേപ്പ് ചെയ്തെന്നും കൂടെ വേണേൽ പറയാമായിരുന്നു. കാരണം വെള്ളമടിച്ച് പൂക്കുറ്റിയായിട്ട് അവളാണ് ഞങ്ങളെ ഇപ്പം പറയുന്നത്. ഇത് ദിലീപിനെ പെടുത്താൻ വേണ്ടി രമ്യ നമ്പീശൻ, മഞ്ജു വാര്യർ, ലാലെല്ലാം കൂടെ ഇവരും ഗൂഢാലോചനയാണ്. ഇവർ അഭിനയിക്കുകയായിരുന്നു. ഈ റേപ്പൊക്കെ അഭിനയിക്കായിരുന്നുള്ള രീതിയിലാണ്. ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ. അതൊരു പെണ്ണിൻ്റെ കണ്ണീര് കുതിർന്ന് നെഞ്ചുപൊട്ടിയുള്ള ഒരു ഡയലോഗാണ്. നിങ്ങളുടെ ഇതുപോലെ കണ്ണിച്ചോരയില്ലാതെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുക, ആ സ്ഥാനത്ത് അവരുടെ ആ സ്ഥാനത്ത് പാതിരാത്രിക്ക് 6-7 ആണുങ്ങളുടെ നടുക്ക് കാറിൽ വിജനമായ സ്ഥലത്തും ഇരുട്ടും വ്യാപിച്ച് നിശബ്ദമായിട്ടിരിക്കുന്ന അന്തരീക്ഷത്തിൽ വീട്ടുകാരെ ഒന്നുമില്ലാതെ ഒറ്റപ്പെട്ട ഒരു 6-7 ആണുങ്ങൾ ബലമായിട്ട് പിടിച്ച് ഓറൽ സെക്സ് ചെയ്യിക്കുന്ന ആ അവസ്ഥയിൽ സ്ത്രീ ആയിട്ടുള്ള നിങ്ങളെ അങ്ങ് സങ്കല്പിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് മറുപടി പറയാനുള്ളൂ. അല്ലാതെ അവരാര് ഇവരാരോ ഒന്നുമല്ല. ഞാനിവിടെ ദിലീപിനെ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം കോടതി ദിലീപിനെ 9 വർഷക്കാലം അല്ലെ 8 വർഷക്കാലം ഈ കേസ് പഠിച്ചിട്ട് ദിലീപിനെ കൊടുക്കാനുള്ള ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം ദിലീപ് നിരപരാധിയാണ്, നമുക്കും അത് വിശ്വസിക്കാം. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം കിടക്കുന്നില്ലേ? ഗൂഢാലോചന നടന്നിട്ടുണ്ട്, പീഡനവും നടന്നിട്ടുണ്ട് ഇല്ലേ? ഇനി ഇന്റർകോഴ്സ് അല്ല നടന്നെങ്കിലും പീഡനം ഓറലായിട്ടാണേലും നടന്നല്ലോ, അതും പീഡനം തന്നെയല്ലേ? ദൈവമേ, ഇപ്പം അത് പീഡനമല്ലെന്നൊക്കെയാണ് പറയുന്നത്. നോട്ട് എ വിക്ടിം, നോട്ട് എ സർവൈവർ, ജസ്റ്റ് എ സിമ്പിൾ ഹ്യൂമൻ ബീങ്, ലെറ്റ് മീ ലൈവ്. ജീവിക്കാൻ അനുവദിച്ചാൽ മതി എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട്. സഖി കെട്ടിട്ട് പോസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ ഇത് വായിക്കുമ്പോൾ അത് ഏതവസ്ഥയിൽ നിന്നാണ് ആ പെൺകുട്ടി അത് പറയുന്നതെന്നും കൂടെ ഒന്ന് ആലോചിക്കണം. ഇപ്പം ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ സോഷ്യൽ മീഡിയ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ഒരു തമാശ പോലെ. ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ മുഖത്ത് ഞാൻ ആസിഡ് ഒഴിക്കുമെന്നൊക്കെ പറഞ്ഞ് ഫോൺ കോളൊക്കെ വന്നെന്നാണ് പറയുന്നത്. കാര്യം ഞാൻ പറയുന്നത്, നമുക്കറിയില്ല ഇതിൻ്റെ പുറകിൽ ആരാണ്. സിനിമാ കഥയെ വെല്ലുന്ന രീതിക്കുള്ള ഒരു സംഭവമാണ് അറിയുക. ഒരിക്കലും ദിലീപാണെന്ന് നമുക്ക് പറയണ്ട. ദിലീപ് നിരപരാധിയായിരിക്കും. അതുകൊണ്ട് കോടതി ശരിക്കും പഠിച്ചിട്ട് 8 വർഷം പഠിച്ചിട്ടായിരിക്കാം ദിലീപിനെ വേണ്ടത്. പക്ഷേ അപ്പോഴും ഇതിൻ്റെ പുറകിൽ ഈ സംഭവം നടന്നു. ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ ആകെ സംസാരിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഇടവും വലവും ഒന്നും നോക്കണ്ട. ഈ ഒരു സംഭവം നടന്നോ? കാറിനുള്ളിൽ ഈ ഒരു സംഭവം നടന്നു. അത് തെളിവാണേ. അതിനാണല്ലോ ഇപ്പം ശിക്ഷിച്ചത്. അത് തെളിയിക്കാൻ വൈദ്യപരിശോധനയിലൂടെയും പെൺകുട്ടിയുടെ മൊഴിയിലൂടെയും എല്ലാം കോടതിക്ക് ബോധ്യം വന്നുകൊണ്ടാണല്ലോ 20 വർഷം വെച്ച് ശിക്ഷിച്ചത്. അപ്പം അത് ശരിയാണേ. അപ്പം അതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. അല്ലാതെ നടിയോടൊരു സുപ്രഭാതം ഇരുണ്ട് വെളുത്തപ്പം പൾസർ സുനിക്ക് തോന്നിയ ഒരു ഭ്രമത്തിൻ്റെ പുറത്ത് ചാടി കയറി റേപ്പ് ചെയ്തതല്ല. കാരണം ആ ഒരു പെണ്ണില്ലേ, ആരാണ് മാടെന്നും പറഞ്ഞൊരു ശ്രീലക്ഷ്മി, ആ പെണ്ണിനോട് വിളിക്കുന്ന ആ കോളിൻ്റെ അകത്തുണ്ട് ഇതൊരു കൊട്ടേഷനാന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലും ഒരാൾ കൈമാറി വന്ന ഒരു കൊട്ടേഷനാണ്. അപ്പോൾ ആ കൊട്ടേഷൻ്റെ പുറകിൽ ഒരാളുണ്ട്. അത് ദിലീപ് അല്ലായിരിക്കുക, മറ്റാരോ ആയിരിക്കണം. കൊട്ടേഷനും ഉണ്ട്, ഗൂഢാലോചനയുണ്ട്, പീഡനവും നടന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ കേസ് എത്തി നിൽക്കുമ്പം ദിലീപിനോടുള്ള ഇഷ്ടക്കൂടൽ കൊണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ നടിയെയാണ് കുറ്റപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പീഡനം നടന്നിട്ടേ ഇല്ലെന്നുള്ള രീതിയിൽ.
ഇനിയിപ്പം കേൾക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് പീഡനം, റേപ്പ്, 6-7 പേരോ അല്ലെ ഒരാളാണെങ്കിൽ റേപ്പ് ചെയ്തിട്ടില്ല, ശാരീരിക ബന്ധം ഇന്റർകോഴ്സ് നടന്നിട്ടില്ല, അതുകൊണ്ട് ഇതിനെ ഓറൽ സെക്സ് ആണ്. ഓറൽ സെക്സ് ആയതുകൊണ്ട് ഇതിനെ വളരെ നിസ്സാരവൽക്കരിച്ച് അങ്ങ് വിട്ടു, ഈസി പാസിങ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ റേപ്പ് നടക്കുന്നതിലും വൃത്തികേടും അതിനെക്കാട്ടും ക്രൂരവുമായിട്ട് എനിക്ക് തോന്നി ഈ ഓറൽ സെക്സിൻ്റെ കാര്യത്തിൽ. ഒരു 6-7 ആൾക്കാർ ബലമായിട്ട് പിടിച്ചിട്ട് ഓറൽ സെക്സ് ചെയ്യിക്കാന്ന് പറഞ്ഞാൽ കുടലൂടെ മറിയുന്ന രീതിയിൽ ആ പെണ്ണ് ഛർദ്ദിച്ച് കാണുമെന്നുള്ളതാണ് എൻ്റെ ഒരു ഊഹം. കാരണം ഒരു സ്ത്രീക്ക് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞാണ്. അതിനെ ഇപ്പം എങ്ങനെയാണോ നമ്മുടെ സമൂഹത്തിന് ഇങ്ങനെ വൃത്തികേട് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാൻ തോന്നുന്നുള്ളതാണ്. അതിനൊന്നും മറുപടിയില്ല. 1700 ചില്ലാനും പേജുകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫോഴ്സിബിൾ ഓറൽ സെക്സ് നടന്നിട്ടുണ്ട്. ആ കാറിൽ അതിൻ്റെ മാറ്റിൽ നമ്മൾ കാല് ചവിട്ടുന്ന സ്ഥലത്ത് അവിടെ സ്രവങ്ങൾ വീണിരുന്നു. അതിൻ്റെ സാമ്പിൾ എടുത്തിരുന്നു. നടിയുടെ പാൻറ്റിൽ, ഷർട്ടിൽ ഒക്കെ ഇത് ഉണ്ടായിരുന്നു. പിന്നെ മുടി, ഇതെല്ലാം ഉണ്ടായിരുന്നു. വെറുതെ ഇതെല്ലാം പോലീസ് കണ്ടെടുത്തു. അത് സയൻറ്റിഫിക്കായിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അവർ ഇത് നമ്പറിട്ട് അടയാളപ്പെടുത്തി ഫോറൻസിക് ലാബിൽ അയക്കുന്നു. ഫോറൻസിക് ലാബിൽ അത് പരിശോധിക്കുന്നു, DNA പരിശോധിക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ട് കൺഫേം ചെയ്യുന്നു ഈ സംഭവം നടന്നിട്ടുണ്ടെന്നും ഇത് ഈ സ്രവങ്ങളുടെയൊക്കെ ഉറവിടം പൾസർ സുനിയുടെ ശരീരമാണെന്നും കണ്ടെത്തിയിട്ടാണ് റേപ്പ് കൺഫേം ചെയ്തത്. അല്ലാതെ നടി പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടല്ല. അങ്ങനെ അപ്പോൾ പറഞ്ഞു കേട്ടോ, ഫോഴ്സിബിൾ ഓറൽ സെക്സ് ആണ് നടന്നിരിക്കുന്നത്. ബലം പ്രയോഗിച്ചുള്ള ഓറൽ സെക്സ്. ഇന്നലെ ആരോ കമൻറ്റ് ബോക്സ് എഴുതുന്നുണ്ട്, ബലം പ്രയോഗിച്ച് ഒരിക്കലും ഓറൽ സെക്സ് നടക്കാൻ പറ്റില്ല. അയാൾ അതിന് വേറെ കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൈയും കാലും എല്ലാം ആയിട്ട് 6-7 പേര് പിടിച്ചിട്ട് ഓറൽ സെക്സ് ഒക്കെ നടത്തത്തില്ലേ? റേപ്പ് തന്നെയാണ് അത്. അത്രയും മാനസികമായ അവസ്ഥയിലോട്ട് പോകുന്നു. അതുപോലെ ഇത്രയും ഉപദ്രവിക്കുന്നില്ല. അതിൽ കയ്യിലൊരു മുറിവിനത്ര നീളമില്ലെന്നൊക്കെയുള്ളതാണ്. എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നു? എൻ്റെ പൊന്നോ, സമ്മതിക്കണം. ഈ 20 വർഷം ശിക്ഷിച്ച ഇവനെയൊക്കെ, ഈ നാറിയൊക്കെ സത്യം പറഞ്ഞാൽ മറ്റേ 22 ഫീമെയിൽ കോട്ടയോ കട്ട് ചെയ്ത് വിടണം. അത്രയേ ഉള്ളൂ, കട്ട് ചെയ്യുക. അതാണ് ആ ശിക്ഷ കൊടുക്കേണ്ടത്. ആ സിനിമ എന്നിറിയ പോലെയൊക്കെ തന്നെ. ഇപ്പോഴൊക്കെ സ്ത്രീകളെല്ലാവരും ഈ പെൺകുട്ടിക്കെതിരായി വന്നിട്ടുണ്ട്. നമുക്ക് കേൾക്കുമ്പോൾ അതിശയം തോന്നും. എല്ലാവരും ഇപ്പോൾ അവർക്ക് ദിലീപിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ദിലീപിൻ്റെ ഭാഗങ്ങൾ ശരിയായിരിക്കാം. ദിലീപ് നിരപരാധിയായിരിക്കാം. പക്ഷെ ദിലീപിനെ ഇഷ്ടപ്പെട്ട് ദിലീപ് നിരപരാധിയാണ്, ദിലീപിനെ ഉപദ്രവിച്ചു എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുമ്പം അത് ശരിയാണ്, അത് സമ്മതിച്ചു, ആ ഒപ്പം തന്നെ നമ്മളിവിടെ പെണ്ണായ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഈ പെൺകുട്ടി, ഈ റേപ്പിന് വിധേയായ ഈ പെൺകുട്ടിയെ നമ്മൾ തള്ളിപ്പറയുക ചെയ്യുന്നത്. അപ്പം നമ്മളൊരു സ്ത്രീയാന്ന് പറയുന്ന കാര്യമുണ്ട്. അവളുടെ ആ അവസ്ഥ, അവൾ കടന്നുപോയ ആ സമയത്ത് അവനവനെ തന്നെ ഒന്ന് സങ്കല്പിച്ചാൽ നമുക്ക് മനസ്സിലാവില്ലേ എന്തൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവരവർക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും സ്ത്രീകളുടെ അവർക്കിഷ്ടമില്ലാത്ത ഒരു പുരുഷൻ അവരുടെ സ്ത്രീയുടെ ശരീരത്തിൽ തൊട്ടാൽ ഒരു പാമ്പിഴയുന്ന പോലത്തെ അങ്ങനത്തെയൊക്കെ ഒരു മാനസികാവസ്ഥയാണ്. സ്ത്രീകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ളപ്പോഴാണ്. അപ്പം ആ സ്ഥാനത്ത് നമ്മൾ സങ്കല്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്, ദിലീപ് അല്ല. പക്ഷെ ഈ പെണ്ണിത് അനുഭവിച്ചില്ലേ? അവളപ്പം നമ്മളുടെ ആ സഹതാപത്തിനല്ലേ നമ്മൾ അവൾക്കൊപ്പം നിൽക്കാൻ ന്യായമില്ലേ അവളുടെ സ്ഥാനത്ത്? എൻ്റെ ചോദ്യം അതാണ്. അവൾക്ക് ഇതിനൊക്കെയുള്ള ന്യായമില്ലേ? ഇതിൽ കൂടുതൽ ഒരു പെണ്ണ് എന്തനുഭവിക്കാനാ? രാത്രി കിടന്ന ഉറക്കം വരാത്ത ഒരനുഭവമാണിത്. മരണം വരെ ഉറക്കം വരാത്ത ഒരു അനുഭവമാണ്. നമ്മളിൽ എത്ര പേർക്കുണ്ട് അങ്ങനത്തെ അനുഭവം? അത് വരുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതേ കാര്യം ഓരോ വട്ടവും കീറി മുറിക്കാൻ കോടതിയിൽ 15 വട്ടം ആ പെൺകുട്ടി പോയിട്ടുണ്ട്. ഓരോ വട്ടവും ഇത് ചോദിച്ച് സ്വയം ഇല്ലാതാകുന്ന പോലെ വിഷമിപ്പിച്ച് കൊല്ലുകയെന്ന് അങ്ങനെ അനുഭവമുണ്ട്. നമുക്ക് എത്ര പേർക്കുണ്ട് അങ്ങനത്തെ അനുഭവങ്ങൾ? അപ്പം നമ്മൾ ആ പെൺകുട്ടി അനുഭവിച്ചതിനെ നമ്മൾ ദിലീപിനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. ദിലീപ് അല്ല, ദിലീപിനെ പറ്റി നിങ്ങളൊക്കെ കണ്ടുവച്ചിരിക്കുന്നോ പറയുന്നോ ഒക്കെ ശരിയാകാം. എന്നോട് ഈ കഴിഞ്ഞ ദിവസം ആൾക്കാരത് ചോദിച്ചു തുടങ്ങി, ചേച്ചിക്ക് എന്താ ദിലീപിനോട് ഇത്ര ദേഷ്യം? എനിക്ക് ദേഷ്യമൊന്നുമില്ല, ദിലീപ് തന്നെ ആവണം, ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എനിക്കൊരു നിർബന്ധവുമില്ല. എനിക്ക് വ്യക്തിവൈരാഗ്യം ഒന്നും ദിലീപിനോടില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പെൺകുട്ടി അനുഭവിച്ചതാണ് ഞാൻ പറയുന്നത്. അത് മാത്രമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ദിലീപിനെ അല്ല ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ ദിലീപിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ പലരോടും സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായതാണ് പറയുന്നത്. നിങ്ങൾക്കൊക്കെ അയാൾ അനുഭവിച്ച ഒത്തിരി എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഈ പെൺകുട്ടി അനുഭവിച്ചതിനെ നിങ്ങൾ അങ്ങ് തള്ളിക്കളയുന്നു.
അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു സ്ത്രീ ആയിട്ടുള്ള ആരും ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പം സംഗീത ലക്ഷ്മണം എന്ന് പറയുന്നുണ്ട്. അവരൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ നിങ്ങൾക്ക് കേൾക്കുമ്പം അവരൊരു സ്ത്രീയാണ്, അവരെ ഈ പീഡനത്തെ എങ്ങനെയാണ് കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. അവരൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ കേൾക്കുമ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് തോന്നും. സത്യത്തിൽ ഈ ഒരു കേസ് ഉണ്ടല്ലോ, സീരിയലിൽ പോലും വർക്കാവില്ല. പഴയ പ്രേമനസീറിന്റെയും സോമന്റെയും സുകുമാരന്റെയും സിനിമയിൽ വർക്കാവില്ല എന്നുള്ളത് പോട്ടെ, ഇപ്പോഴുള്ള സീരിയലുകൾ പോലും വർക്കാവില്ല. അമ്മാതിരി കോപ്പറേറ്റീവ്സ് അതിനകത്ത് നടക്കുന്നത്, അൺനാച്ചുറൽ. ഇവിടെ ഇപ്പോഴും പ്രൂവ് ചെയ്തിട്ടില്ല. ഞാൻ കണ്ട റെക്കോർഡ്സ് വെച്ചിട്ട് ഇറ്റ് ഇസ് വെരി വെരി ഡിഫിക്കൽട്ട് ഫോർ ഹർ ടു പ്രൂവ് ബിഫോർ ദ കോർട്ട് ദാറ്റ് ഷീ ഹസ് ബീൻ റേപ്ഡ്. അവൾ റേപ്പ് വിക്ടിം ആണ് എന്ന് പോലും കോടതിയുടെ മുന്നിൽ അവർക്ക് തെളിയിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, പ്രോസിക്യൂഷൻ വിൽ ഹാവ് മിസറബിളി ഫെയിൽ എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം റെക്കോർഡ്സ് മാനിപ്പുലേറ്റ് ചെയ്ത് അവൾ, ഐ ഡോണ്ട് ബിലീവ് ഞാനത് ഇതിന് മുന്നേ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ കുട്ടി പറയുന്നത് മുഴുവൻ സത്യമല്ല, സത്യമായിട്ടുള്ളത് മുഴുവൻ കുട്ടി പറഞ്ഞിട്ടില്ല. കുട്ടിയല്ല, സ്ത്രീ. അവളെ യുവനടി എന്ന് പോലും വിളിക്കേണ്ട, ഷീസ് ഗെറ്റിംഗ് ഓൾഡ്. അവളെന്തിനാ യുവനടി എന്ന് വിളിക്കണത്? ഇനി ഷീസ് ഗെറ്റിംഗ് ഓൾഡ്. യുവനടി എന്നൊക്കെ വിളിച്ചിട്ട് അതിനൊരു വലിയ ഗ്ലാമർ കൊടുക്കുകയാണ്. ഷീസ് ഓൺലി വൺ ഓഫ് ദ റേപ്പ് കേസിൽ 3000-ഓളം എത്രയോ 1000-10,000 എത്രയോ റേപ്പ് കേസസിലെ വിക്ടിം പോലെ നാട്ടിലെത്താൻ നമ്മുടെ കേരള പോലീസിൻ്റെ വെബ്സൈറ്റ് ഒന്ന് എടുത്ത് നിങ്ങൾ നോക്കൂ. കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് പറയുന്നുണ്ടല്ലോ, 4 വർഷം. ഈ കഴിഞ്ഞ 4 വർഷം കേരളത്തിലുണ്ടായ റേപ്പ് കേസസിൻ്റെ കണക്ക് നിങ്ങളൊന്ന് എടുക്കൂ. ഏതെങ്കിലും ഒരു വിക്ടിമിന് 13 വയസ്സും 12 വയസ്സും 3 വയസ്സും 4 വയസ്സുമായ പെൺകുട്ടികൾ റേപ്പ് ചെയ്യപ്പെടുന്നു. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണ്ടല്ലോ. അതിലൊന്നും പ്രതി അന്വേഷണം നിങ്ങൾ പോകുന്നില്ലല്ലോ. എന്താ ആ പെൺകുട്ടികൾക്കൊക്കെ 2 എണ്ണം ഉള്ളത് ഇവർക്ക് 4 എണ്ണം ഉണ്ടോ? അതോ ഇവർക്ക് 1 എണ്ണം ഉള്ളത് അവർക്കൊക്കെ 2 എണ്ണം ഉണ്ടോ? അങ്ങനെയാണോ? എന്താ ഇവർക്ക് മാത്രം എന്താ കൊമ്പോ? ഒരാൾ മാത്രം റേപ്പ് ചെയ്യപ്പെട്ടിട്ടോ ഉണ്ടായെന്ന് ചോദിച്ചപ്പം ഒരു പ്രധാന ചാനലിലെ ഒരു മേധാവി സ്ഥാനത്തിരിക്കുന്ന ഒരാളും പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പേര് പറയുന്നതല്ലേ ഞങ്ങളുടെ പേഴ്സണൽ കോൺവെർസേഷൻസ് ആണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് എന്നോടുള്ള ഒരു വിശ്വാസ്യതയുടെ പേരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫൈൻഡിങ് പോലെ പറഞ്ഞതാണ്. അതേപോലെ ഞാൻ ഈ ടീമിൽ അന്ന് അവിടെ പോയിരുന്ന പോലീസ് ഓഫീസേഴ്സിൽ ഒരാൾ എന്നോട് പറഞ്ഞതും, ചെന്ന് കയറുമ്പോൾ ഈ പോലീസ് ആ സമയത്ത് ലാലിൻ്റെ വീട്ടിലോട്ട് വന്നു കയറുമ്പം, സംവിധായകൻ ലാലിൻ്റെ വീട്ടിൽ, ഇവൾ ആടിച്ചു പൂക്കുറ്റി ഫിറ്റാണ് പറഞ്ഞതാണ്, എനിക്കറിയില്ല. ആടിച്ചു പൂക്കുറ്റി ഫിറ്റായിരുന്നു ഇവൾ. ചെന്ന് കയറിയ ലാലിൻ്റെ വീട്ടിൽ ലാൽ അതിനേക്കാൾ ഫിറ്റാണ്. ഇവരെ രണ്ടിൻ്റെയും മോട്ടറൊന്ന് ഇറങ്ങാൻ പോലീസിന് കാത്തു നിൽക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇവളെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വൈകിയതും ഇവളെ മെഡിക്കൽ എക്സാമിനേഷന് കൊണ്ടുപോകാൻ വൈകിയതും. ആ മെഡിക്കൽ എക്സാമിനേഷനിൽ തന്നെയും ഇവൾ സമ്മതിക്കാത്തത് കൊണ്ട് ഒരു റേപ്പ് വിക്ടിമിന് വേണ്ടുന്ന രീതിയിലുള്ള മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ടില്ല, ഇവൾ സമ്മതിക്കാത്തതുകൊണ്ട്. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാന്നുള്ളതാണ്. അവരടിച്ചു പൂക്കുറ്റിയാണ്, ലാൽ അടിച്ചു പൂക്കുറ്റിയാണ്, എല്ലാവരും അടിച്ചു പൂക്കുറ്റിയാണ്. അപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കണ്ടേ? അടിച്ചു പൂക്കുറ്റിയായിട്ട് ചുമ്മാ തോന്നിയ ഒരു കഥ വന്ന് ലാലിന്റെ വീട്ടിൽ വന്ന് വിളിച്ചു പറഞ്ഞെന്നോ? ഇനി അടിച്ചു പൂക്കുറ്റി ആണെന്നിരിക്കട്ടെ, അത് ആ പെൺകുട്ടി സ്വയമേ കുടിച്ചാവണമെന്ന് നിർബന്ധമുണ്ടോ? ഈ 6-7 അവന്മാര് ബലമായിട്ട് പിടിച്ച് വായിലൊഴിച്ചാൽ കുടിക്കാൻ പറ്റില്ലേ? കവളയൊന്ന് കുത്തിപ്പിടിച്ചാൽ മതി, വിഴുങ്ങിക്കോളും ആൾക്കാർ. അപ്പം അത് അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ പറഞ്ഞ് ആൾക്കാർ വളരെ നിസ്സാരവൽക്കരിച്ചു. ഇപ്പം പിന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ച എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഈ പെൺകുട്ടി കന്യാത്വം പരിശോധിക്കാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളു പരിശോധിക്കാൻ ഡോക്ടർ ശ്രമിച്ചപ്പോൾ തടഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഒന്നാമത് ഓറൽ സെക്സ് ആണ് അവിടെ നടന്നിരിക്കുന്നത്, ഉള്ളു പരിശോധിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. കാരണം അത് മനസ്സിലാകാൻ വേണ്ടിയാണല്ലോ, ശാരീരിക ബന്ധം നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണല്ലോ ഉള്ളു പരിശോധന. സെമൻ കളക്ട് ചെയ്യാനോ ആ സംഭവം നടന്നിട്ടില്ല. മുമ്പേ നമ്മൾ കേട്ട മാതിരി കാറിന്റെ സീറ്റിലും താഴെയൊക്കെയാണ്, ഷർട്ടിലും പാൻറ്റിലും ഒക്കെയാണ് വീണിരിക്കുന്നത്. അത് പൾസർ സുനിയുടേതാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. പിന്നെ എന്തിനാണ് പരിശോധിക്കുന്നത്? കന്യയായ ഒരു പെൺകുട്ടി ഡോക്ടറെ, ഗൈനക്കോളജിസ്റ്റിനെ വിവാഹത്തിന് മുന്നേ ചെന്ന് കണ്ട് ഉള്ളു പരിശോധന നമ്മുടെ നാട്ടിലില്ല. ആ കന്യാകത്വം നഷ്ടപ്പെടുന്ന പോലെ തന്നെയാണത്. അതിനേതെങ്കിലും ഒരു പെൺകുട്ടി തയ്യാറാകുക. പക്ഷേ സോഷ്യൽ മീഡിയയിലെ വളരെ വിവരമുള്ള വിവരദോഷികളെ ഇപ്പോൾ പറഞ്ഞങ്ങോട്ട് പലിപ്പിച്ച് വെക്കുന്നത് എന്താ വെച്ചാൽ, ഈ പെൺകുട്ടി കന്യകയല്ലാത്തത് കൊണ്ട് സമ്മതിച്ചില്ലെന്ന് അങ്ങനെ അങ്ങ് തുറന്നു പറയല. ആ രീതിക്കാണ് ചർച്ച പോകുന്നു, ആ രീതിക്കാണ് കമന്റ് പോകുന്നു. മനസ്സിലായെന്നുള്ള രീതിക്ക്. എന്ത് വിവരക്കേടാണ്! ആരാണ് ഏതെങ്കിലും ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഒരു വിവാഹത്തിന് മുന്നേ കന്യകയായിട്ടുള്ള ഒരു പെൺകുട്ടി ഉള്ളു പരിശോധിക്കാൻ സമ്മതിക്കുമോ? എവിടെയെങ്കിലും സമ്മതിക്കില്ല. അതെങ്കിലും ഒന്ന് മനസ്സിലാകുക. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.